നമ്മൾ BJP സംബന്ധിച്ചിടത്തോളം ഒരു കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ നേരത്തെ. എങ്ങനെയാണ് നമ്മുടെ ഇത്തവണത്തെ സാധ്യതകളെ കാണുന്നത്? ഇനി അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് അധികം നാളുകളൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ 98 ദിവസമാണ്. ഈ 98 ദിവസവും കഠിനാധ്വാനം ചെയ്ത് കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നിലുള്ള കർത്തവ്യം. അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിലാണ് പ്രവർത്തകർ. ബൂത്ത് തോറും സംഘടന കെട്ടിപ്പടുത്തുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ഈ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ആത്മധൈര്യവും പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം ഈ കാര്യത്തിന് വേണ്ടി വികസിത കേരളം എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം വലിയൊരു പദ്ധതി തന്നെ തയ്യാറാക്കിക്കൊണ്ടാണ് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി സംസ്ഥാന തലത്തിൽ ഉള്ള ക്രമീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും 2 ദിവസം മുമ്പാണ് കോട്ടയത്ത് യോഗം ചേർന്നത്. അതിൽ ജില്ലാ തലത്തിൽ ഉള്ള ആൾക്കാർ, പ്രവർത്തകർ, ഇതിൻ്റെ പ്രത്യേക ചുമതല വഹിക്കുന്നവർ എല്ലാവരും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ജില്ലാ തലങ്ങളിൽ യോഗം നടക്കും. അതിനുശേഷം മണ്ഡലതലത്തിലുള്ള യോഗം, അങ്ങനെ ബൂത്ത് തലം വരെയുള്ള സമ്മേളനങ്ങൾ ഇപ്പോൾ ഈ അടുത്ത 1.5 മാസത്തിലാണ് പൂർത്തിയാകും. അതോടുകൂടി വെൽ ഓയിൽഡ് മിഷനറി അല്ലെങ്കിൽ വെൽ എക്വിപ്ഡ് മിഷനറി, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കേരളം വികസിത പഞ്ചായത്ത് ഉണ്ടാകണം. വികസിത പഞ്ചായത്ത് ഉണ്ടാകണമെങ്കിൽ വികസിത വാർഡുകൾ ഉണ്ടാകണം. അതാണ് വികസിത കേരളത്തിലേക്കുള്ള റോഡ് മാപ്പ്. അതിലൂടെ വികസിത കേരളം ഉണ്ടാകും. അടിസ്ഥാനപരമായിട്ടുള്ള പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ആ ആശയത്തിൻ്റെ, അല്ലെങ്കിൽ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നം, അന്ത്യോദയം എന്ന് പറയുന്ന നമ്മുടെ ദീനദയാൽ ഉപാധ്യായയുടെ ആശയം, ഇതൊക്കെ പ്രാവർത്തികമായി കാണണമെങ്കിൽ സമൂഹത്തിൻ്റെ അവസാനത്തെ വരിയിൽ നിൽക്കുന്ന അവസാനത്തെ ആളിനെയും ഉയർത്തിക്കൊണ്ടുവരണം. ഇന്നിപ്പോൾ എന്താ, ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളും അസംതൃപ്തരാണ്. അവരെല്ലാവരും അസ്വസ്ഥരാണ്. നീതിയില്ല, സാമൂഹ്യ നീതി എന്ന് പറയുന്നത് കിട്ടുന്നില്ല. കാരണം ഗവൺമെൻറ് ഈ വിഭവങ്ങളെല്ലാം പങ്കുവെക്കുമ്പോൾ അത് പാർട്ടിക്കാർക്ക് മാത്രം കിട്ടുകയാണ്, മറ്റുള്ളവർ ആരും കിട്ടുന്നില്ല. ഇവിടുത്തെ അധസ്ഥിത വിഭാഗത്തിന്, ഭൂമിയില്ലാത്തവർക്ക്, തൊഴിലില്ലാത്തവർക്ക്, ഇവിടുത്തെ സ്ത്രീകൾക്ക് ഒന്നും നീതി ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു വികസിത വാർഡ് എന്ന തലത്തിൽ ഉയർന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വാഭാവികമായിട്ട് BJPക്ക് ഒരു വോട്ട് ബാങ്കിൽ വലിയ വർധന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ BJPയോട് പിന്തിരിഞ്ഞു നിന്ന ആൾക്കാരും BJPയിലേക്ക് വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാകും. എല്ലാവരും ഉണ്ടല്ലോ. പിന്തിരിയേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് BJP NDAയിലൂടെ സാധിക്കും.